വിഷ്ണുശാലിനിയുടെ ലേറ്റസ്റ്റ് എപ്പിസോഡിൽ ശിവനാണെങ്കിൽ ചന്ദ്രയെ ഒരുവിധം സമാധാനിപ്പിക്കുകയും ചെയ്യുന്നുണ്ട്. അന്നേരം പുറത്ത് ഓട്ടോ വന്ന് നിൽക്കുന്ന ഒരു ശബ്ദം കേൾക്കുന്നുണ്ട്. വേലായുധനും റാണിയും കൊണ്ട് ഹോസ്പിറ്റലിൽ പോയിട്ടാണ് വന്നത്. അന്നേരം ആരോ വന്നോ, എനിക്ക് പേടിയാവുന്നു എന്നൊക്കെ ചന്ദ്ര പറയുമ്പോൾ ഞാനില്ലേ കൂടെ, നീ ഇവിടെ നിൽക്കുക എന്ന് പറഞ്ഞിട്ട് പോയി നോക്കുകയാണ്. അന്നേരം അവിടെ ഓട്ടോയിൽ നിന്ന് കമലിൻ്റെ ഓട്ടോയിലാണ് അവർ പോയിട്ട് വന്നതൊക്കെ. അന്നേരം ആളാരാണെന്ന് വേലായുധൻ ചേട്ടൻ കണ്ടില്ലേ എന്നൊക്കെ കമലൻ ചോദിക്കുകയാണ്. അന്നേരം ഇരുട്ടായതുകൊണ്ട് കണ്ടില്ല, ആരായാലും അവനെ ഞാൻ പിടിക്കും എന്നൊക്കെ പറയുന്നുണ്ട്. തുടർന്ന് അവരെല്ലാവരും കൂടി അകത്തേക്ക് കയറുന്നുണ്ട്. അന്നേരം ചന്ദ്രയും ശിവനും ഒക്കെ ഉമ്മറത്തേക്ക് ഹാളിലേക്ക് ഇങ്ങോട്ട് ചെല്ലുകയാണ് ചെയ്യുന്നത്. അന്നേരം പിന്നെ മുറിവ് എങ്ങനെയുണ്ട് എന്നിങ്ങനെ ചോദിക്കുമ്പോൾ 2 ദിവസത്തേക്ക് കൈ അനക്കരുതെന്നാണ് പറഞ്ഞത്. കുഴപ്പമൊന്നുമില്ല എന്നൊക്കെ റാണിയാണെങ്കിൽ ചന്ദ്രയോട് പറയുന്നുണ്ട്. അന്നേരം എന്നാലും എൻ്റെ വീട്ടിൽ കയറിയവൻ ആരായിരിക്കും എന്നൊക്കെ ഇങ്ങനെ വേലായുധൻ ചിന്തിക്കുകയാണ്. അന്നേരം റാണിയോട് ചോദിക്കുന്നുണ്ട്, വന്നത് ആരാണെന്ന് കണ്ടോ എന്ന് ചോദിക്കുകയാണ്. അന്നേരം അതൊന്നും ഇങ്ങനെ പറയാനായിട്ട് ചന്ദ്ര പറയാനായിട്ട് വരുമ്പോൾ പെട്ടെന്ന് ശിവൻ പറയുന്നുണ്ട്, ആരാണെങ്കിലും അറിയില്ലല്ലോ വന്നത് ആരാണെന്ന്, എന്തായാലും നാളെ നമുക്ക് കണ്ടുപിടിക്കാമെന്ന് പറയുന്നുണ്ട്. അന്നേരം നാളെ ആക്കുന്നത് എന്തിനാശാനെ, നമുക്ക് ഇന്ന് തന്നെ ഇറങ്ങാമെന്ന് പറയുമ്പോൾ മിണ്ടായിരിക്കടാന്നും പറഞ്ഞ് കമലിനോട് ദേഷ്യപ്പെടുകയാണ് ശിവൻ. അന്നേരം കമലൊന്നും പറയുന്നില്ല. എന്നാൽ എൻ്റെ വീട്ടിൽ കയറിയത് ആരായിരിക്കും എന്നിങ്ങനെ വേലായുധം സിഗരറ്റൊക്കെ കത്തിച്ചുകൊണ്ട് നിൽക്കുകയാണ്. അന്നേരം വേലായുധൻ്റെ ഭാര്യ പറയുന്നുണ്ട്, ചെയ്തു കൂട്ടിയതിൻ്റെ ഫലമായിരിക്കും, ചന്ദ്രയെ ഉപദ്രവിക്കാനാണ് വന്നതെങ്കിലും നമ്മുടെ മകളെ റാണിക്കല്ലേ കൊണ്ടത്, അപ്പോൾ നിങ്ങൾ ചെയ്തതിൻ്റെ ഫലമാണ്, ചെയ്തു കൂട്ടുമ്പോൾ ആലോചിക്കണമായിരുന്നു എന്നും പറഞ്ഞ് വേലായുധൻ്റെ ഭാര്യ ഇങ്ങോട്ട് വഴക്ക് പറയുകയാണ്. തുടർന്ന് എന്തായാലും ഇനി അവൻ എന്തായാലും ഈ വീട്ടിൽ കയറാനായിട്ടൊന്ന് പേടിക്കും, നാളെ നമുക്ക് എന്തായാലും ഒരു അന്വേഷണം നടത്താം, പിടിക്കുക തന്നെ ചെയ്യാമെന്ന് പറയുമ്പോൾ പിടിച്ചാൽ മാത്രം പോരാ, 2 കൊടുക്കണം എന്നൊക്കെ ഇങ്ങനെ വേലായുധൻ ഒരാകെ ദേഷ്യത്തിലാണ്. ആരായിരിക്കും എന്നൊക്കെ ഇങ്ങനെ ചിന്തിച്ചിരിക്കുകയാണ്. അന്നേരം കൈ അനക്കല്ലെന്നെ പറഞ്ഞ് ശിവൻ വന്നല്ലോ, ഇനി നമുക്ക് മോളെ പോയി റെസ്റ്റ് എടുക്കാമെന്ന് പറഞ്ഞുകൊണ്ട് വേലായുധൻ്റെ ഭാര്യ റാണിയും കൂട്ടി പോകുന്നുണ്ട്. അന്നേരം ചന്ദ്ര ഇങ്ങനെ റാണിയെ തന്നെ നോക്കുകയാണ്. അന്നേരം എനിക്ക് കുഴപ്പമൊന്നുമില്ല, റെസ്റ്റ് എടുത്താൽ മാറും, വേറെ പ്രശ്നമൊന്നുമില്ല, നാളെ പിന്നീട് നമുക്ക് ഇന്നത്തെ റീലെടുക്കാം എന്നൊക്കെ പറഞ്ഞ് റാണി ചിരിച്ചുകൊണ്ട് അവിടെ നിന്ന് പോകുന്നുണ്ട്. അന്നേരം വേലായുധനും ഭാര്യയും റാണിയും പോയ ശേഷമാണെങ്കിൽ ശിവനാണെങ്കിൽ ചന്ദ്രയോട് പറയുന്നുണ്ട്, ലാസറാണ് വന്നതെന്ന് തൽക്കാലം വേലായുധൻ ചേട്ടൻ അറിയണ്ട, പിന്നെ ലാസറിന് കൊടുക്കാനുള്ളത് ഞാൻ കൊടുത്തോളാം എന്നിങ്ങനെ പറയുമ്പോൾ കമലം കേൾക്കുകയാണ്. അപ്പോൾ മഹേന്ദ്ര സാറ് എന്നിങ്ങനെ ചോദിക്കുമ്പോൾ അതെ എന്നിങ്ങനെ പറയുമ്പോൾ എന്നും പറഞ്ഞ് കമലം നിൽക്കുകയാണ്. ശിവൻ ഇങ്ങനെ ആകെ ദേഷ്യത്തിൽ നിൽക്കുന്നുണ്ട്. അതേസമയം അവിടെ രാത്രി തന്നെയാണ്. ശാരദാമ്മയാണെങ്കിൽ പൂജാമുറി തന്നെ ഇരിക്കുകയാണ്. അങ്ങ് നാമവും ജപവും കേട്ട് എന്തൊക്കെയോ ഇങ്ങനെ ഒറ്റയ്ക്ക് സംസാരിച്ചുകൊണ്ടൊക്കെ ഇരിക്കുന്നുണ്ട്. അന്നേരം ശാരികയും ശ്യാമയും കൂടി മുറിയിലിരിക്കുകയാണ്, തുണിയൊക്കെ മടക്കി വെച്ചുകൊണ്ട്. അന്നേരം ശ്യാമ ചോദിക്കുന്നുണ്ട്, ശാരിക ചോദിക്കുകയാണ്, അമ്മ ഇങ്ങനെ ആയാലും എന്താ ചെയ്യാൻ ചോദിക്കുന്നുണ്ട്. അന്നേരം പ്രാർത്ഥനയും ജപവുമായിട്ടൊക്കെ ഇരിക്കട്ടെ, അച്ഛനും ഇങ്ങനെ ആയിരുന്നല്ലോ, അല്ല ഇനിയിപ്പോൾ നമ്മൾ എന്താ ചെയ്യുക എന്ന് അവരിങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവിടെ ഓട്ടോയിൽ രാത്രി തന്നെയാണ് ശാലിനി വരുന്നുണ്ട്. ഓട്ടോ വെയിറ്റ് ചെയ്യണമെന്ന് പറഞ്ഞിട്ട് അകത്തേക്ക് വാതിൽ തട്ടുകയാണ്. അന്നേരമാണെങ്കിൽ ശാരിക ചെന്ന് വാതിൽ തുറക്കുന്നുണ്ട്. അന്നേരം എന്താണെന്ന് ചോദിക്കുമ്പോൾ എനിക്ക് അമ്മയെ ഒന്ന് കാണണമെന്ന് പറയുന്നുണ്ട്. അന്നേരം ഈ രാത്രിയിലോ എന്നിങ്ങനെ ശ്യാമ ചോദിക്കുകയാണ്. അന്നേരം രാത്രി എന്തായാലും എനിക്ക് അമ്മയെ കാണാൻ പാടില്ലേ എന്ന് ശാലിനി ചോദിക്കുന്നുണ്ട്. അന്നേരം അമ്മ ഏത് സമയവും പൂജാമുറിയിൽ തന്നെയാണ്, ആഹാരം പോലും കഴിച്ചിട്ടില്ല എന്ന് പറയുമ്പോൾ ഞാൻ ആദ്യം ഒന്ന് കാണട്ടെ എന്നിങ്ങനെ പറയുന്നുണ്ട്. അന്നേരം ശ്യാമ വീണ്ടും തടയുകയാണ്. ഇനി കുഞ്ഞേച്ചി കൂടി ചെന്നിട്ട് അമ്മയുടെ ഉള്ള സമ്മാനം കൂടി കളയണ്ട എന്ന് പറയുമ്പോൾ ഞാൻ എന്തായാലും അമ്മയെ കാണട്ടെ, അമ്മ പറയട്ടെ ഞാൻ മനസ്സമാധാനക്കേടാണെന്ന്, എങ്കിൽ പിന്നീട് ആലോചിക്കാമെന്ന് പറഞ്ഞ് ശ്യാമയെ തട്ടി മാറ്റിയിട്ട് ശാലിനി അങ്ങോട്ടകത്തേക്ക് ചെല്ലുന്നുണ്ട്. അന്നേരം ശാരദാമ്മ അവിടെ ഇങ്ങനെ തറയിൽ പൂജാമുറിയിൽ ഇങ്ങനെ തറയിൽ ഇങ്ങനെ ചാരി ഇരിക്കുകയാണ്. അന്നേരം വിഷ്ണു മരിച്ചു, ശാലിനിയും മരിക്കും, വിഷ്ണുവിൻ്റെ ആത്മാവിന് മോശം കിട്ടിയില്ല, എല്ലാവരും മരിക്കും, ഞാനും ചാവും, ശാലിനിയുടെ മക്കളും ചാവും, എല്ലാവരും ചാവും, ഞാനാണ് എല്ലാത്തിനും കാരണം എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടേ ഇരിക്കുകയാണ്. അന്നേരം ശാലിനി ഓടിച്ചെന്ന് അടുത്തേക്ക് ഇരുന്നുകൊണ്ട് അമ്മയെന്ന് വിളിക്കുകയാണ്. അന്നേരം ആദ്യം നോക്കുന്നില്ല. അന്നേരം അമ്മ ഞാനാണ്, ശാലിനി അമ്മയുടെ മോള് എന്ന് പറയുമ്പോൾ പെട്ടെന്ന് ഇങ്ങനെ ശ്രദ്ധിക്കുന്നുണ്ട്. നീ എപ്പോഴാണ് വന്നതെന്ന് ചോദിക്കുന്നുണ്ട്. അന്നേരം ഞാനിപ്പോൾ വന്നു. അമ്മയ്ക്ക് എന്താ പറ്റിയെന്ന് ചോദിക്കുമ്പോൾ മോള് സൂക്ഷിക്കണം, ചുറ്റും കൊല്ലാൻ നടക്കുന്നവരാണ്, അവർ പാത്തും പതുങ്ങിയും തലയ്ക്കടിക്കും, കട്ട ചോര വരും, നമ്മളെ എല്ലാവരെയും കൊല്ലും എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ അമ്മയ്ക്കൊന്നുമില്ല, അമ്മ ഒന്നേ പേടിക്കണ്ട എന്നൊക്കെ പറയുമ്പോൾ ഇല്ല, അമ്മയ്ക്ക് എന്തോ ഒരു പേടി പോലെ എന്നൊക്കെ ശാരദാമ്മ ഇങ്ങനെ ആ ഒരു മാനസിക ഭ്രാന്തി എന്ന പോലെ തന്നെ ഇങ്ങ് സംസാരിക്കുകയാണ്. അന്നേരം അമ്മ വന്ന് എണീറ്റ് നമുക്ക് മുറിയിലേക്ക് പോയിരിക്കാമെന്ന് പറയുമ്പോൾ മോള് സൂക്ഷിക്കണമെന്ന് പറയുമ്പോൾ ഇല്ല, അമ്മയുടെ കൂടെ എത്ര നേരം വേണമെങ്കിലും ഞാൻ ഇരിക്കാം, അമ്മയ്ക്ക് ഒന്നുമില്ല എന്ന് പറഞ്ഞ് ശാരദാമ്മയെ ചേർത്ത് പിടിക്കുന്നുണ്ട്. അന്നേരവും മോള് സൂക്ഷിക്കണം, കൊല്ലും, എല്ലാവരും കൊല്ലും, എല്ലാവരെയും കൊല്ലും എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അന്നേരം അമ്മ എണീറ്റെന്ന് പറയുമ്പോൾ എനിക്ക് ഇവിടെ ഇരിക്കുമ്പോൾ ഒരു ആശ്വാസമുണ്ട്, ദൈവങ്ങളെല്ലാം എൻ്റെ കൂടെ ഉള്ളതുപോലെ എന്ന് പറയുമ്പോൾ ഇപ്പം ഞാൻ വന്നില്ലേ, അമ്മയുടെ മോള് വന്നില്ലേ, ശാലിനി വന്നില്ലേ, ഞാൻ അമ്മയുടെ മുറിയിൽ എത്ര നേരം വേണമെങ്കിലും ഇരിക്കും, അമ്മ വന്നേന്നും പറഞ്ഞ് പിടിച്ചെണീപ്പിച്ച് കൊണ്ടുപോവുകയാണ്. എന്നിട്ട് കട്ടിലേക്ക് കൊണ്ടുവന്ന് ഇരുത്തുന്നുണ്ട്. എന്നിട്ട് പറയണം, അമ്മ ഇവിടെ ഇരിക്കും, ഞാൻ പോയി ചായ എടുക്കാമെന്ന് പറയുന്നുണ്ട്. അന്നേരം ഒന്നും വേണ്ട മോളെ,
എനിക്കിപ്പോൾ ഒന്നും വേണ്ട, മോളുടെ ഇവിടെ ഇരുന്നേ, ഞാൻ മടിയിൽ കുറച്ച് നേരം കിടക്കട്ടെ എന്ന് പറയുകയാണ്. എന്നിട്ട് അതിനെന്താണെന്നും പറഞ്ഞ് ശാലിനി ഇരിക്കുന്നുണ്ട്. ശാരദാമ്മ ശാലിനിയുടെ മടിയിലേക്ക് ഇങ്ങനെ തലവെച്ച് കിടക്കുകയാണ്. എന്നിട്ട് ശാലിനിയുടെ കൈ ഇങ്ങനെ മുറുകെ പിടിച്ചിട്ടുണ്ട്. എന്നിട്ട് മോൾ സൂക്ഷിക്കണം കേട്ടോ, എല്ലാവരെയും കൊല്ലും. അത് തന്നെയാണ് ശാരദാമ്മ ഇങ്ങനെ പറഞ്ഞുകൊണ്ടേ ഇരിക്കുന്നത്. പക്ഷേ പതിയെ പതിയെ ശാരദാമ്മ കണ്ണടയ്ക്കുന്നുണ്ട്. അമ്മ ഒന്ന് ഉറങ്ങി എണീക്കുമ്പോൾ എല്ലാം ശരിയാവുമെന്ന് പറഞ്ഞ് ശാരദാമ്മയുടെ തലയിൽ ഇങ്ങനെ ശാലിനി തലോടുകയൊക്കെ ചെയ്യുന്നുണ്ട്. എന്നിട്ട് ഇത് കണ്ടുകൊണ്ട് ശ്യാമയും ശാരിയും കൂടി വാതിൽക്കൽ വന്ന് നിൽക്കുന്നുണ്ട്. പക്ഷേ ശ്യാമയ്ക്കാണെങ്കിൽ ഇതൊന്നും തീരെ അങ്ങോട്ട് ഇഷ്ടപ്പെടുന്നില്ല. ഒന്നങ്ങ് നോക്കിയിട്ട് ശ്യാമ അങ്ങ് പോകുന്നുണ്ട്. പക്ഷേ ശാരികയാണെങ്കിൽ കുറേ നേരം നോക്കിയിട്ട് പതിയെ അങ്ങ് പോവുകയാണ് ചെയ്യുന്നത്. ശാരദാമ്മ ശാലിനിയുടെ മടിയിൽ കിടന്ന് ഉറങ്ങുന്നുമുണ്ട്. അതിനുശേഷം ആ രാത്രി തന്നെയാണ് മഹേന്ദ്രൻ്റെ അടുത്തേക്ക് മാണിക്കത്തേക്ക് ശിവൻ ചെല്ലുന്നുണ്ട്. അന്നേരം അകത്തേക്ക് എന്നെ കയറി ചെല്ലുകയാണ്. നിർമ്മലയും സ്വാമിയൊക്കെ ഉണ്ട്. അന്നേരം നിന്നോട് ഈ പടി കടക്കരുതെന്നല്ലേ ഞാൻ പറഞ്ഞിട്ടുള്ളതെന്ന് ചോദിക്കുകയാണ്. അന്നേരം അച്ഛനാണ് എന്നുള്ള ആരാധനയോടെ നോക്കി നിന്ന് ആ കാലമൊക്കെ കഴിഞ്ഞു പോയി. ഇന്ന് നോക്കുമ്പോൾ കാണുമ്പോൾ അറപ്പും വെറുപ്പുമാണ് അച്ഛനെ മുഖത്ത് നോക്കുമ്പോൾ എന്നിങ്ങനെ പറയുമ്പോൾ നിർമ്മല ഇടയ്ക്ക് കയറുകയാണ്. നീ ആരോടാണ് ഈ പറയുന്നതെന്നറിയാമോ? നിൻ്റെ കളിക്കൂട്ടുകാരനല്ല, നിന്നെ ജനിപ്പിച്ച നിൻ്റെ അച്ഛനാണെന്ന് പറയുകയാണ്. അന്നേരം ഇത്രയും കാലം അങ്ങനെ വിളിച്ചതിൽ ഞാൻ പിന്നെ എൻ്റെ തല കുനിച്ചു പോവുകയാണ് അങ്ങനെ വിളിച്ചതിൽ. പക്ഷേ ഇനി എനിക്കങ്ങനെ വിളിക്കാനായിട്ട് സാധിക്കില്ല, അത്രയ്ക്കും ദുഷ്ടനാണെന്നൊക്കെ പറയുമ്പോൾ ഒരൊറ്റ അടി അങ്ങോട്ട് വെച്ച് നിന്നാലുണ്ടല്ലോ എന്നൊക്കെ നിർമ്മല പറയുന്നുണ്ട്. അന്നേരം എങ്കിലും അച്ഛൻ പറയട്ടെ, അച്ഛൻ്റെ കൈകൾ പരിശുദ്ധമാണെന്ന് പറയട്ടെ എന്നിങ്ങനെ പറയുമ്പോൾ മഹേന്ദ്രനാണെങ്കിൽ ശിവന് മുഖം കൊടുക്കുന്നില്ല. ഓരോ സിഗരറ്റ് അങ്ങോട്ട് എടുക്കും വലിക്കും, ആകെ പോച്ചൊക്കെ ഇങ്ങനെ നിൽക്കുകയാണ്. സ്വാമി ഇതെല്ലാം കേട്ട് നിൽക്കുന്നേ ഉള്ളൂ. എന്നിട്ട് പറയുകയാണ്, അമ്മയുടെ ഭർത്താവാണെങ്കിൽ സ്വന്തം മകൾക്കെതിരെ കൊട്ടേഷൻ കൊടുത്തിരിക്കുകയാണ് എന്ന് പറയുന്നുണ്ട്. സ്വന്തം ചോരയെ കൊല്ലാനായിട്ട് വടിവാളും കൊടുത്ത് ഗുണ്ടകളെ പറഞ്ഞു വിട്ടിരിക്കുകയാണ് എന്നൊക്കെ പറയുമ്പോൾ നിർമ്മല ചോദിക്കുന്നുണ്ട്, എന്തൊക്കെയാണ് മഹേട്ട ഇവൻ ഈ പറയുന്നതെന്ന്. അന്നേരം നീ കണ്ടിട്ടില്ലേ ഗേറ്റിന് മുമ്പിൽ നായ്ക്കൾ വന്ന് കുരയ്ക്കുകയും ചെയ്യാൻ നമ്മൾ ശ്രദ്ധിക്കാതിരുന്നാൽ അതങ്ങ് പൊയ്ക്കോളൂ എന്ന് പറയുകയാണ്. അന്നേരവും ശിവൻ ചോദിക്കുന്നുണ്ട്, എന്നേക്കാൾ സ്നേഹം കൊടുത്തല്ലേ അച്ഛൻ ചന്ദ്രയെ വളർത്തിയത്, എന്നിട്ട് എന്തിനായിരുന്നു കൊല്ലാനായിട്ട് ആളിനെ വിട്ട് സ്വന്തം ചോരയ്ക്കെതിരെ തന്നെ എന്തിനാ ഇങ്ങനെ വിട്ടത് എന്ന് ചോദിക്കുകയാണ്. അന്നേരം നമ്മളൊരു ഭാരമായിരുന്നു എന്നുണ്ടെങ്കിൽ ജനിപ്പിച്ചപ്പോഴേ അങ്ങ് കൊന്നൂടായിരുന്ന, ഇത്രയും വളർത്തി വലുതാക്കിയിട്ട് എന്തിനാ അതിൻ്റെ ജീവൻ എടുക്കുന്നത് എന്നിങ്ങനെ ചോദിക്കുമ്പോഴും ശിവന് മഹേന്ദ്രനാണെങ്കിൽ ഒന്നും പറയാതെ മാറിപ്പോകുന്നുണ്ട്. നിർമ്മല ഇങ്ങനെ തടഞ്ഞു നിർത്തുകയാണ്. എന്താ മഹേട്ട ഞാൻ കേൾക്കുന്നതൊക്കെ, ഇവൻ പറയുന്നതൊക്കെ പച്ചക്കള്ളാണ്, എനിക്ക് അറിഞ്ഞൂടാത്ത കാര്യങ്ങളാണ് എന്നവൻ്റെ മുഖത്ത് നോക്കി എന്നിങ്ങനെ പറയുകയാണ്. അന്നേരം മഹേന്ദ്രൻ ഒഴിഞ്ഞു മാറാനാണ് ശ്രമിക്കുന്നത്. സിഗരറ്റൊക്കെ ഇങ്ങനെ വലിച്ചുകൊണ്ടിരിക്കുകയാണ്. അന്നേരം ശിവൻ പറയുന്നുണ്ട്, ഇല്ല അമ്മ, അച്ഛൻ ഒരിക്കലും പറയില്ല, അത് ചെയ്തിട്ടില്ല എന്നുള്ളത്, അത്രയ്ക്കും ദുഷ്ടനാണ്, സ്വന്തം ചോരയെ കൊല്ലാനായിട്ടല്ലേ കൊട്ടേഷൻ കൊടുത്തിരിക്കുന്നത്. അമ്മയും സൂക്ഷിച്ചോ, കാലഭൈരവൻ്റെ വാള് പോലെ അമ്മയുടെ തലയ്ക്ക് മീതെ എപ്പോഴും ഇങ്ങനെ ഉണ്ടാകും, ഒരാരാച്ചാർക്കാണ് ഇങ്ങനെ ആഹാരം കൊടുത്ത് വളർത്തുന്നത് എന്നുള്ള അമ്മ കൂടി നോക്കിക്കോ എന്നിങ്ങനെ പറയുമ്പോൾ മഹേന്ദ്രനാകപ്പാടെ അങ്ങോട്ട് അവസാന ദേഷ്യം വന്നിരിക്കുകയാണ്. മഹേന്ദ്രൻ പറയുന്നുണ്ട്, നീ ഇത്രയും നേരം ഇവിടെ നിന്ന് ബഹളം ഉണ്ടാക്കി ഞാൻ ക്ഷമിച്ചു, ഇനി എൻ്റെ വീട്ടിൽ നിൽക്കാൻ പാടില്ല, ഇറങ്ങിപ്പോടെ, ഇല്ലെങ്കിൽ നീ എൻ്റെ തനി സ്വഭാവം അറിയുമെന്ന് പറയുകയാണ്. അന്നേരം ഇതിൽ കൂടുതൽ അറിയാനായിട്ട് എന്തോ ഇരിക്കുന്നു, സ്വന്തം മകൾക്കെതിരെ കൊട്ടേഷൻ കൊടുത്ത അച്ഛൻ, അത്രയല്ലേ അച്ഛൻ എന്തായാലും അങ്ങനെ പുറപ്പെട്ടിരിക്കുന്നത് ആ ഒരു വിവാഹം നടത്താതിരിക്കാനല്ലേ, പക്ഷേ ഞാൻ നടത്തുക തന്നെ ചെയ്യും. മാണിക്കത്ത് മഹേന്ദ്രൻ്റെ അതേ ചോര തന്നെയാണ്, ശിവൻ മകൻ തന്നെയാണ് പറയുന്നത്, ഞാൻ നടത്തിയിരിക്കുമെന്ന് പറയുകയാണ്. അന്നേരം എങ്കിൽ നീ ഒരു ആൺകുട്ടിയാണ്, ഞാൻ സമ്മതിക്കാൻ, നീ നടത്തി കാണിക്കുമെങ്കിൽ അങ്ങോട്ട് കാണിക്കുമെന്ന് പറയുകയാണ്. അങ്ങനെ ശിവനും ദേഷ്യം വരുന്നുണ്ട്, നടത്തി കാണിക്കുക തന്നെ ചെയ്യും, എന്താണെന്ന് വെച്ചാൽ അങ്ങോട്ട് ചെയ്യുമെങ്കിൽ പിന്നെ ശിവൻ ആരാണെന്നുള്ളത് അച്ഛനും അച്ഛൻ്റെ ഗുണ്ടാപ്പട അറിയുക തന്നെ ചെയ്യും എന്ന് പറഞ്ഞിട്ട് ആകെ ദേഷ്യപ്പെട്ട് ശിവൻ ഇറങ്ങി പോകുന്നുണ്ട്. അങ്ങനെ ശിവ എന്നൊക്കെ നിർമ്മല പുറകെ വിളിക്കുന്നുണ്ട്. പക്ഷേ ശിവൻ അങ്ങ് പോകുന്നുണ്ട്. തുടർന്ന് നിർമ്മല വീണ്ടും മഹേന്ദ്രനോട് ചോദിക്കുകയാണ്, അവൻ ഈ പറഞ്ഞതൊക്കെ ഉള്ളതാണോ, മഹേട്ടൻ അങ്ങനെ എന്തെങ്കിലും കാണിച്ചിട്ടുണ്ടോ എന്നൊക്കെ ചോദിക്കുമ്പോൾ ഇതുവരെ ഒന്നും കാണിച്ചില്ല, പക്ഷേ ഇനി ഞാൻ അങ്ങോട്ട് കാണിക്കാൻ പോവുക തന്നെയാണെന്ന് പറഞ്ഞിട്ട് മഹേന്ദ്രൻ മാറിപ്പോവുകയാണ്. അന്നേരം ഈശ്വരൻ എന്തൊക്കെയാണ് നടക്കുന്നതെന്ന് പറഞ്ഞ് നിർമ്മല നിൽക്കുമ്പോൾ സ്വാമിയെ നോക്കുന്നുണ്ട്. സ്വാമി പെട്ടെന്ന് നിർമ്മലയ്ക്ക് മുഖം കൊടുക്കാതെ അങ്ങ് പോവുകയാണ് ചെയ്യുന്നത്. അതിനുശേഷം പിറ്റേന്ന് രാവിലെയാണ് ശാലിനി സത്യഭാമയുടെ വീട്ടിലേക്ക് തിരികെ ഓട്ടോയിൽ വരുന്നത്. അന്നേരം വന്നിറങ്ങുമ്പോൾ അകത്ത് ഹാളിൽ ഇങ്ങനെ ഭാമയെ കാണുന്നുണ്ട്. ശാലിനി അങ്ങ് മുകളിലേക്ക് പോകാൻ തുടങ്ങുമ്പോൾ ശാലിനി ഇങ്ങോട്ട് വന്നേ എന്ന് ഇങ്ങനെ ഭാമ വിളിക്കുന്നുണ്ട്. എന്നിട്ട് പറയുകയാണ്, പിന്നെ ഇത് എന്തൊക്കെയാണ് കാണിക്കുന്നതെന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അന്നേരം എന്ത് പറ്റിയും ചോദിക്കുമ്പോൾ എനിക്ക് പ്രായത്തിലൊന്നും സംഭവിക്കാനൊന്നുമില്ല, പക്ഷേ നീ ഇങ്ങനെ നടന്നാൽ എങ്ങനെയാണ്, വിഷ്ണു ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ എനിക്കിതൊന്നും പറഞ്ഞു തരേണ്ട ആവശ്യമില്ലായിരുന്നു, കളക്ടറാണ് എന്നുള്ളതൊക്കെ ശരി തന്നെ, പക്ഷേ ഈ രാത്രി അങ്ങനെയുള്ള സഞ്ചാരമൊന്നും നല്ലതല്ല എന്നിങ്ങനെ ആളുകളുടെ വാ മൂടിക്കെട്ടാനൊന്നും പറ്റില്ല എന്നിങ്ങനെ പറയുകയാണ്. അന്നേരം ഒരു അത്യാവശ്യ കാര്യം വന്നപ്പോൾ എന്നിങ്ങനെ പറഞ്ഞാൽ എന്ത് അത്യാവശ്യമുണ്ടെങ്കിൽ രാത്രിയുള്ളതൊന്നും വേണ്ട, അങ്ങനെ പോയേ പറ്റുള്ളൂ എന്നുണ്ടെങ്കിൽ ആരെയെങ്കിലും കൂട്ടിയിട്ട് വേണം പോകാൻ എന്നിങ്ങനെ പറയുന്നുണ്ട്. അന്നേരം പിന്നെ ശാലിനി പറയുന്നുണ്ട്, അത് പെട്ടെന്ന് അമ്മയ്ക്ക് സുഖമില്ലായിരുന്നു, അതുകൊണ്ട് ഞാൻ വീട് വരെ ഒന്ന് പോയതാണ്, എന്തൊക്കെയോ ആലോചിച്ച് കൂട്ടി പിച്ചുമ്പയൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു, എങ്ങനെയും അമ്മയെ ഹോസ്പിറ്റലിലാക്കണം എന്നുള്ളൊരു ചിന്തയേ ഉള്ളായിരുന്നുള്ളൂ, അതുകൊണ്ടാണ് എനിക്ക് ഫോൺ ചെയ്ത് പോലും പറയാൻ പറ്റാതിരുന്നത് എന്ന് പറയുന്നുണ്ട്. അന്നേരം സത്യഭാമ അങ്ങോട്ട്
വിഷമിക്കുന്നുണ്ടോ? അയ്യോ ഇതൊന്നും ഞാൻ അറിഞ്ഞില്ല മോളെ, എന്നിട്ടിപ്പോൾ ശാരദാമ്മയ്ക്ക് എങ്ങനെയുണ്ട് എന്ന് ചോദിക്കുകയാണ്. അന്നേരം വെറുതെ ഇങ്ങനെ ഓരോന്ന് ആലോചിച്ച് കൊണ്ടിരിക്കുകയാണ്. എല്ലാം വന്നതിന് ഞാനാണ് കാരണം എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നു. ഒരു മനസ്സ് കൈവിട്ട പോലെ എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ട് നിൽക്കുകയാണ്. അന്നേരം ഭാമ ഒന്ന് അടങ്ങുകയാണ്. എന്നിട്ട് അതേസമയം അകത്ത് നിന്ന് ഭാമയെന്നിങ്ങനെ രാഘവൻ നായർ വിളിക്കുമ്പോൾ ശരി മോളിരിക്കും ഞാൻ വരാമെന്ന് പറഞ്ഞ് ഭാമ മുറിയിലേക്ക് പോകുന്നുണ്ട്. അന്നേരം പൊന്നി ഇതെല്ലാം കേട്ടുകൊണ്ട് നിൽക്കുകയാണ്. കുഞ്ഞിരിക്കും ഞാൻ ചായ എടുക്കാമെന്ന് പറയുമ്പോൾ ആ ശരിയെന്ന് പറഞ്ഞിട്ട് ശാലിനി മുകളിലേക്ക് കയറാൻ തുടങ്ങുമ്പോഴാണ് ശിവൻ ഫോൺ ചെയ്യുന്നത്. അന്നേരം ഇന്ന് 11:30-ക്കാണ് പ്രകാശനും ചന്ദ്രയുമായിട്ടുള്ള രജിസ്റ്റർ മാരേജ് നിശ്ചയിച്ചിരിക്കുന്നതെന്ന് പറയുമ്പോൾ ഞാൻ പ്രകാശിനെ കണ്ടിരുന്നു പറഞ്ഞിരുന്നു എന്ന് പറയുകയാണ്. അന്നേരം കമലിനെയാണ് ഞാൻ കാര്യങ്ങളെല്ലാം ഏൽപ്പിച്ചിരിക്കുന്നത് എന്നിങ്ങനെ പറയുന്നുണ്ട്. ചന്ദ്ര അടുത്ത് തന്നെ നിൽക്കുകയാണ് ശിവൻ ഫോൺ ചെയ്യുമ്പോൾ. അന്നേരം കൂടുതൽ പബ്ലിസിറ്റി ഇല്ലാതെ കാര്യങ്ങൾ നടത്താൻ നോക്കുക, അല്ലെങ്കിൽ കഴിഞ്ഞ ഓണത്തെ പോലെ ആയി പോകുന്നിങ്ങനെ പറയുമ്പോൾ ശിവൻ അത് കേട്ടിരിക്കുന്നുണ്ട്. ഇത്രയുമാണ് ഈ ഒരു എപ്പിസോഡിൽ കാണിക്കുന്നത്. അപ്പോൾ അവിടെ ശാരദാമ്മയ്ക്ക് വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ലാന്ന് തോന്നുന്നു. പക്ഷേ വീണ്ടും വീണ്ടും ആ ഒരു അവസ്ഥയിലേക്ക് തന്നെയാണ് ശാരദാമ്മയെ വീണ്ടും കാണിക്കുന്നത്. ഇനി ഇവിടെ ഈ ഒരു വിവാഹം നടത്താൻ പോകുമ്പോൾ അതും മഹേന്ദ്രൻ മുടക്കുമോ അതോ നല്ല രീതിക്ക് നടക്കുമോ ഇല്ലയോ എന്നുള്ളതൊക്കെയാണ്. അതൊക്കെ നമുക്ക് അടുത്തടുത്ത എപ്പിസോഡുകളിൽ കാണാം. ഓക്കെ, താങ്ക് യു.